സ്നേഹം നിറഞ്ഞവരെ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സേവ് ഫാമിലി സേവ് എറ്റേണൽ ലൈഫ് എന്ന നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് എല്ലാവർക്കും സ്നേഹവന്ദനം. ഈ ഗ്രൂപ്പിന്റെ പേര് അന്വർത്ഥമാക്കുന്നത് പോലെ കുടുംബത്തെ രക്ഷിക്കാൻ ഉതകുന്ന വചനപ്രഘോഷണങ്ങളും ചിന്തകളും പ്രാർത്ഥനകളുമാണ് ഈ ശബ്ദ വീഡിയോയിലൂടെ നമ്മൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നു മുതൽ ഈ വീഡിയോയിലൂടെ തുടർന്നുള്ള കുറേ വീഡിയോയിലൂടെ സീറോ മലബാർ സഭയിലെ ആദ്യത്തെ മൽപ്പാനും മാങ്ങാനം സ്പിരിച്വാലിറ്റി സെൻട്രൽ ഡയറക്ടറുമായ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥവും ഡോക്ടർ തോമസ് വള്ളിയാനിപ്പുറം അച്ഛൻ്റെ ബൈബിളിലെ കുടുംബ ദർശനം എന്ന പുസ്തകവും നിങ്ങളുടെ പഠനത്തിനും ചിന്തയ്ക്കുമായി എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. എല്ലാ കുടുംബങ്ങളുടെയും രക്ഷ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായിട്ട് മൽപ്പാൻ ഡോക്ടർ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ്റെ കുടുംബം ബൈബിളിൽ എന്ന ഗ്രന്ഥം കൊണ്ട് തുടങ്ങാം. ഇത് ശ്രദ്ധിച്ച് കേൾക്കുന്ന എല്ലാവർക്കും തങ്ങളുടെ കുടുംബത്തെ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിൽ നോക്കിക്കാണാനും രക്ഷിച്ചെടുക്കാനും കഴിയുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. കുടുംബത്തിന് ഉത്ഭവം ദൈവത്തിലാണ്. ദൈവവചനത്തിലൂടെയാണല്ലോ ഉള്ളതെല്ലാം ഉണ്ടായിട്ടുള്ളത്. സൃഷ്ടികൾക്കെല്ലാം മകുടമായി ദൈവം സൃഷ്ടിച്ചത് കുടുംബത്തെ തന്നെയാണ്. ഉൽപ്പത്തി 1:27 പറയുന്നു, അങ്ങനെ ദൈവം തന്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ ഛായയിൽ അവിടുന്ന് അവനെ സൃഷ്ടിച്ചു, സ്ത്രീയും പുരുഷനുമായി അവരെ സൃഷ്ടിച്ചു. ദൈവം മനുഷ്യനെ കുടുംബമായി സൃഷ്ടിച്ചത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ്. അവിടുത്തെ ത്രിത്വാത്മക കുടുംബത്തിന്റെ പ്രതിഫലം കുടുംബത്തിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ദൈവത്തിനുള്ളത്. ആ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിച്ച മനുഷ്യകുലത്തെ ഭൂമുഖത്തു നിന്ന് തുടച്ചു മാറ്റിയ ശേഷം അവിടുന്ന് തന്റെ രക്ഷാകര പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ഭൂമുഖത്തുള്ള കുടുംബങ്ങളെല്ലാം അനുഗ്രഹീതമാകുന്നതിന് വേണ്ടിയാണ്. ദൈവവചനത്തിലൂടെ അസ്തിത്വത്തിലേക്ക് കടന്നു വന്ന കുടുംബം നിലനിൽക്കേണ്ടതും വചനത്തിലൂടെയാണ്. ദൈവവചനം മനുഷ്യഭാഷയിൽ അവതരിച്ചതാണല്ലോ ബൈബിൾ. അതുകൊണ്ട് കുടുംബങ്ങളുടെ ശരിയായ നിലനിൽപ്പിന് മാനദണ്ഡമായി ബൈബിളിലെ കുടുംബങ്ങളെയും കുടുംബജീവിതത്തെയും കുറിച്ചുള്ള കാഴ്ചപ്പാടുകളെയും പരിഗണിക്കാവുന്നതാണ്. ഈ ഒരു ചിന്തയിലാണ് ബൈബിളിലെ കുടുംബങ്ങളെയും കുടുംബജീവിതത്തെയും കുറിച്ച് മൽപ്പാൻ മാത്യു വെള്ളാനിക്കൽ അച്ഛൻ ഇങ്ങനെ ഒരു ഗ്രന്ഥം എഴുതാൻ തയ്യാറായത്. ഈ ഗ്രന്ഥത്തിന്റെ 1-ാമത്തെ അധ്യായം തുടങ്ങുന്നത് കുടുംബവും പരിശുദ്ധ ത്രിത്വവും എന്ന ഹെഡിങ്ങോട് കൂടിയാണ്. പരിശുദ്ധ ത്രിത്വം ഒരു മഹാരഹസ്യമാണ്. മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ഒരു രഹസ്യം. ഒരു ദൈവം, 3 ആളുകൾ. ദൈവം ഒന്നേയുള്ളൂ, എന്നാൽ 3 ആളുകളായിട്ടാണ് ഈ ഒരു ദൈവം വെളിപ്പെടുത്തപ്പെട്ടത്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും. പിതാവ് എല്ലാറ്റിൻ്റെയും ഉറവിടമാണ്. പിതാവ് എന്ന നാമമാണ് ദൈവത്തിന്റെ വെളിപ്പെടുത്തപ്പെട്ട നാമം. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ ഏകജാതൻ അവിടുത്തെ വെളിപ്പെടുത്തി. യോഹന്നാൻ 1:18. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതൻ എന്ന് പറഞ്ഞാൽ പിതാവുമായി പുത്രനടുത്ത ബന്ധം പുലർത്തുന്നവൻ എന്നാണ് അർത്ഥം. ഈ വെളിപ്പെടുത്തൽ പരസ്യമായി സംഭവിച്ചത് ഈശോയുടെ മാമോദീസായിലാണ്. മത്തായി 3:16-17 പറയുന്നു, സ്നാനം കഴിഞ്ഞയുടൻ ഈശോ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ തന്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. ഒരു കുടുംബ ബന്ധത്തിന്റെ പ്രതീതിയാണ് ഈ വെളിപ്പെടുത്തലിനുള്ളത്.
സ്വർഗം, പിതാവിന്റെ ഭവനം തുറക്കപ്പെടുന്നു. പുത്രന്റെ ജനനത്തിൽ മാതൃസ്ഥാനം വഹിക്കുന്ന പരിശുദ്ധാത്മാവ് ഇറങ്ങി വരുന്നു. പിതാവിന് പ്രസാദിച്ച പുത്രനെക്കുറിച്ച് പ്രഖ്യാപനമുണ്ടാകുന്നു. കുടുംബത്തിന്റെ പ്രതീതി ഉളവാക്കുന്ന വിധത്തിൽ സ്വയം വെളിപ്പെടുത്തിയ ദൈവമാണ് സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ കുടുംബമായി സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചത്. ഉൽപ്പത്തി 1:26 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. ത്രിത്വ കുടുംബവും മനുഷ്യ കുടുംബവും. കുടുംബത്തിന്റെ സ്വഭാവം ഉൾക്കൊള്ളുന്ന ത്രിത്വൈക ദൈവം മനുഷ്യന് രൂപം കൊടുക്കുന്നതിന്റെ വിവരണം ശ്രദ്ധാർഹമാണ്. ദൈവമായ കർത്താവ് ഭൂമിയിലെ പൂഴി കൊണ്ട് മനുഷ്യനെ രൂപപ്പെടുത്തുകയും ജീവന്റെ ശ്വാസം അവന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് നിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു. ഉൽപ്പത്തി 2:7. ത്രിയേക ദൈവത്തിന്റെ ജീവശ്വാസം ഉൾക്കൊണ്ടാണ് മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നത്. ജീവൻ പ്രാപിച്ച ശരീരം മണ്ണിൽ നിന്നായതുകൊണ്ട് അവന് ആദം എന്ന് പേര് നൽകി. മണ്ണിൽ നിന്നും രൂപപ്പെട്ടവനും മണ്ണിൽ പണിയെടുക്കുന്നവനും അവസാനം മണ്ണിലേക്ക് മടങ്ങുന്നവനുമാണ് മനുഷ്യനെന്ന് ആ പേര് സൂചിപ്പിക്കുന്നു. ഈ ലോക ജീവിതം താൽക്കാലികമാണെങ്കിലും അവനെ ജീവിപ്പിക്കുന്ന ചൈതന്യം ദൈവികവും നിത്യവുമാണെന്നും ഇവിടെ സൂചനയുണ്ട്. മനുഷ്യനിൽ നിന്നെടുത്ത വാരിയെല്ലുകൊണ്ട് ദൈവം സ്ത്രീക്ക് രൂപം നൽകുകയും പിന്നീട് ആദം അവളെ ഹവ്വ എന്ന് വിളിക്കുകയും ചെയ്യുന്നു. കാരണം അവൾ ജീവനുള്ള എല്ലാവരുടെയും മാതാവാണ്. ദൈവം അരൂപിയാണ്. അരൂപിയാണ് ജീവൻ നൽകുന്നത്. ദൈവത്തിന്റെ ജീവശ്വാസം ലഭിച്ച മനുഷ്യന്റെ വാരിയെല്ലിൽ നിന്നും ജീവൻ നൽകുന്നവൾ എന്നർത്ഥമുള്ള ഹവ്വായെ രൂപപ്പെടുത്തുന്നതിലൂടെ പിതാവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പോലെ പുരുഷനിൽ നിന്നും സ്ത്രീ പുറപ്പെടുന്നുവെന്നും ഒരു സൂചന നമുക്ക് ലഭിക്കുന്നുണ്ട്. പിതാവിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവും പിതാവിൽ നിന്ന് ജനിക്കുന്ന പുത്രനും ഉൾപ്പെടുന്ന ത്രിത്വ കുടുംബം, മനുഷ്യനിൽ നിന്നും പുറപ്പെടുന്ന സ്ത്രീയും മനുഷ്യനിൽ നിന്ന് ജനിക്കുന്ന പുത്രനും ഉൾപ്പെടുന്ന മനുഷ്യ കുടുംബത്തിന്റെ ഉറവിടമായി കണക്കാക്കാം. പിതാവിനെ ആരാധിക്കുന്ന കുടുംബം. ആരംഭത്തിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യ കുടുംബം യഥാർത്ഥത്തിൽ പിതാവിനെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. യഥാർത്ഥ ആരാധനയെക്കുറിച്ച് ഈശോ പഠിപ്പിക്കുന്നുണ്ടല്ലോ. യോഹന്നാൻ 4:23 യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അത് ഇപ്പോൾ തന്നെയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും. ഇവിടെ പിതാവ് ദൈവപിതാവാണ്, ആത്മാവ് പരിശുദ്ധാത്മാവാണ്, സത്യം പുത്രനാണ്. ദൈവമായിരിക്കുന്നത് പോലെ ദൈവത്തെ അംഗീകരിക്കുന്നതാണല്ലോ ആരാധന. ദൈവം പിതാവും പരിശുദ്ധാത്മാവും പുത്രനും ഉൾക്കൊള്ളുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ ആയിരിക്കുന്നത് പോലെ അംഗീകരിക്കുന്നതാണ് ദൈവത്തിന് സ്വീകാര്യമായ ആരാധന. ദൈവം തന്റെ കുടുംബാത്മകമായ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ ദൈവഹിതമനുസരിച്ച് കുടുംബജീവിതം നയിക്കുമ്പോഴാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്. ആദി മാതാപിതാക്കന്മാരുടെ കുടുംബം പാപം ചെയ്യുന്നതുവരെ അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു കുടുംബമായിരുന്നു. ദൈവത്തിന്റെ അരൂപിയെ സ്വീകരിച്ച് ദൈവപുത്രത്വ ചൈതന്യത്തിൽ ദൈവവുമായി സ്നേഹബന്ധം പുലർത്തുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത്. നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്നും ഭക്ഷിക്കാതെ ദൈവഹിതാനുസരണം ജീവിച്ചിടത്തോളം കാലം അവർ ദൈവിക ജീവനുള്ളവരായി ദൈവ ഐക്യത്തിൽ ജീവിച്ചു. പിതാവിനെ ആരാധിക്കുന്ന ജീവിതം നയിച്ചു.
ഇപ്രകാരം പിതാവിനെ ആരാധിക്കുന്ന, ദൈവഹിതപ്രകാരം ജീവിക്കുന്ന കുടുംബമായി തീരുമ്പോഴാണ് മനുഷ്യൻ തന്റെ സൃഷ്ടാവായ ദൈവത്തോട് നീതി പുലർത്തുന്നത്. കൂട്ടായ്മയിൽ ജീവിക്കുന്ന കുടുംബം. ദൈവം ഒരു കൂട്ടായ്മയാണ്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും കൂട്ടായ്മ. ദൈവം സ്നേഹമാണ്. 1 യോഹന്നാൻ 4:8-16 എന്ന നിർവചനം ഈ വസ്തുതയാണ് വ്യക്തമാക്കുന്നത്. പിതാവ് പുത്രനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുന്നു. പുത്രൻ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും സ്നേഹിക്കുന്നു. പരിശുദ്ധാത്മാവ് പിതാവിനെയും പുത്രനെയും സ്നേഹിക്കുന്നു. സൃഷ്ടികർമ്മത്തിലും രക്ഷാകർമ്മത്തിലും വിശുദ്ധീകരണ കർമ്മത്തിലും 3 പേരും പരസ്പരം സഹകരിക്കുന്നു. നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം, ഉൽപ്പത്തി 1:26 എന്നാണല്ലോ ദൈവം പറയുന്നത്. പിന്നീട് രക്ഷാകർമ്മത്തിലും വിശുദ്ധീകരണ കർമ്മത്തിലും ത്രിത്വത്തിലെ 3 ആളുകളും പരസ്പരം സഹകരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതും കുടുംബങ്ങൾക്ക് മാതൃകയാണ്. കുടുംബത്തിൽ എല്ലാവരും, മാതാപിതാക്കൾ പരസ്പരവും, മാതാപിതാക്കളും മക്കളും, സഹോദരന്മാർ പരസ്പരവും സ്നേഹത്തിലും കൂട്ടായ്മയിലും ജീവിക്കുമ്പോഴാണ് ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ തന്റെ അസ്തിത്വത്തോട് നീതി പുലർത്തുന്നത്. മനുഷ്യ സമൂഹത്തോട് ആഭിമുഖ്യമുള്ള കുടുംബം. പരിശുദ്ധ ത്രിത്വത്തിന്റെ മറ്റൊരു സവിശേഷത, ആ കൂട്ടായ്മയിലെ ഓരോ ആളും മൂവരും ഒരുമിച്ചും രക്ഷ സ്വന്തമാക്കേണ്ട മനുഷ്യനോടുള്ള സ്നേഹത്തിലും ബന്ധത്തിലും നിരന്തരം വ്യാപരിക്കുന്നു എന്നതാണ്. ത്രിത്വൈക ദൈവത്തിന്റെ നയനങ്ങൾ സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനെ നിരന്തരം തേടുന്നു. തന്റെ സ്നേഹത്തിന്റെയും വാഗ്ദാനങ്ങളുടെയും ദൗത്യവുമായി എല്ലാ കാലങ്ങളിലും പ്രവാചകന്മാരെയും ശ്ലീഹന്മാരെയും അവരുടെ പക്കലേക്ക് അയക്കുന്നു. എബ്രായർ 1:1. അവരെ ശക്തിപ്പെടുത്തിക്കൊണ്ട് നിരന്തരം അവരോടൊത്ത് വസിക്കുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട കുടുംബം മുഴുവനും, കുടുംബത്തിലെ ഓരോ അംഗവും മറ്റു മനുഷ്യരോട് ആരോഗ്യകരമായ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കണം. മനുഷ്യകുലത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയും മനുഷ്യ സമൂഹത്തിന്റെ സർവ്വതോന്മുഖമായ നന്മയ്ക്കും ഉന്നമനത്തിനും വേണ്ടിയും നിലകൊള്ളാൻ കുടുംബത്തിലെ ഓരോ അംഗവും പരിശീലിപ്പിക്കപ്പെടുകയും പ്രാപ്തരാകുകയും വേണം. ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിലെ ആദം മുതൽ നോഹ വരെയുള്ള ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.